ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഫിഷ് മാംഗോ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോൾക്ക് വേണ്ടിയാണ്. മോൾക്ക് ഫിഷ് കറി ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഫിഷ് മാംഗോ കറി. ഇപ്പോൾ സ്ഥലത്തില്ല, പുറത്താവുള്ളത്. അപ്പം അവൾക്ക് വേണ്ടി ഉണ്ടാക്കിയ കറിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു വീഡിയോയും കൂടെ എടുത്തു എന്നേ ഉള്ളൂ. ആദ്യം ഒരു സവാള, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും ഒന്ന് വഴറ്റുക. അതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. തക്കാളി ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടെ കറിയിലേക്ക് സവാളയിലേക്ക് ചേർത്തിട്ട് ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നല്ലതുപോലെ വഴറ്റുക. പച്ചമണം മാറുമ്പോഴത്തേക്ക് ഇതിൻ്റെ കൂടെ വേണമെന്നുള്ളവർക്ക് കറിവേപ്പില ആദ്യമേ ഇടാം. ഞാൻ പക്ഷേ കറിവേപ്പില ലാസ്റ്റാണ് ഇടുന്നത്. ഇത് ഇപ്പം തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതായത് അരപ്പെല്ലാം മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ നല്ലതുപോലെ ചേർന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക. അപ്പം നല്ലപോലെ വേകുമ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ 2 പ്രാവശ്യം പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിൽ രണ്ടാമത്തെ പാലാണ് ഒഴിക്കേണ്ടത്. ആദ്യം ഒഴിച്ചിട്ട് പച്ചമാങ്ങ, ഇത് അധികം പുളിപ്പില്ലാത്ത മാങ്ങയായിരിക്കും നല്ലത്. പിന്നെ ഇത് മഹി എന്ന് പറയുന്ന ഒരു ഫിഷാണ്, 1/2 കിലോ. അത് കട്ട് ചെയ്ത് വയ്ക്കുക. അപ്പം കറി കുറച്ചൊന്ന് പറ്റി വരുന്ന സമയത്ത് ഈ ഫിഷ് അതിനകത്തേക്ക് ഇടുക. ഫിഷ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. മീഡിയം ഫ്ലെയിം മതി. പിന്നെ ഈ സമയത്താണ് ഉപ്പിടേണ്ടത്. കൂടെ ഇട്ടിട്ട് അടച്ചു വെച്ച് വയ്ക്കുക. പിന്നെ വേറൊരു അടുപ്പിൽ നമ്മൾ ഉലുവ കുറച്ച് വറുത്ത് വെച്ചിരിക്കണം. വറുത്തിട്ട് അത് കുറച്ച് ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് 1-ാം പാൽ മാറ്റി വെച്ചിരിക്കുന്നതാണ്, തേങ്ങാപ്പാൽ. ഇത് ഉലുവ വറുത്ത് പൊടിച്ചത്. ഇത് കറിവേപ്പില ലാസ്റ്റ് ഇടാനായിട്ട് മാറ്റി വെച്ചതാണ്. അപ്പം ഏതാണ്ട് കറി തിളച്ച് ഒന്ന് പറ്റാറായിട്ടുണ്ട്. ആ സമയത്ത് ഉലുവാപ്പൊടി ഇട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന